പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിലുള്ളവരെ, ഇന്നത്തെ തിരുനാൾ ദിനത്തിൽ സഭ നമ്മെ ഉയരങ്ങളിലേക്കുള്ള ഒരു ആത്മയാത്രയ്ക്ക് ക്ഷണിക്കുന്നു. കാലുകൾ കൊണ്ടല്ല, ഹൃദയങ്ങൾ കൊണ്ട്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ നമ്മളും കൂടി യാത്ര തിരിക്കുന്നു. യേശുവിനെ ലോകം കാണുന്നതുപോലെ അല്ല, യേശു യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ആ രൂപത്തിൽ കാണണമെന്ന ആഗ്രഹം നമ്മെ ആകർഷിക്കുന്നു. ആ കുന്നിൽ സാധാരണത്വത്തിന്റെ 18 നിറങ്ങൾ ദൈവതേജസ്സിൽ ലയിച്ചു പോകുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യരൂപം ദൈവതേജസ്സിന്റെ വെളിച്ചത്തിൽ അഗ്നിജ്വാല പോലെ തിളങ്ങുന്നു. വളരെ കുറച്ചു നിമിഷങ്ങൾക്കായി മാത്രമായിരുന്നെങ്കിലും അപ്പോസ്തലന്മാർ കണ്ടത് ഭൂമിയിലേക്കു ദിവ്യതയുടെ കടന്നുവരവായിരുന്നു. നാം ജീവിച്ചിരിക്കുന്ന കാലം ഒരു ആശയകലാപത്തിന്റെ കാലമാണ്. ഏറെ ശബ്ദങ്ങൾ, അതിലേറെ തിരഞ്ഞെടുപ്പുകൾ, അനവധി ഇരുണ്ടതകൾ. ഇതുതന്നെയാണ് ഈ തിരുനാളിന്റെ അതിമനോഹരമായ ഹൃദയസ്പന്ദനം. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ആരാണ് യേശു? കഷ്ടതയ്ക്കപ്പുറം എന്താണ് കാത്തിരിക്കുന്നത്? ഒരു ശിഷ്യനായി ഉണ്ടാകേണ്ട മാറ്റം ഏതാണ്? അറിവോ? അതിലധികം മാറ്റമാണോ? അവ്യക്തതകളിലെ വെളിച്ചമായി വായനകൾ നമ്മെ നയിക്കുന്നു. ആദ്യം ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനം പറയുന്നു: മേഘങ്ങളിൽ വരും മനുഷ്യപുത്രൻ. ഇത് ഒരു കഥ അല്ല, ദാർശനികത അല്ല. ഇത് സമാനതകളില്ലാത്ത ഒരു സത്യം. ശാശ്വതനായ യേശു കുന്നിൽ വെളിപ്പെട്ടപ്പോൾ അവന്റെ തിരുമുഖം കണ്ടവർക്കു അത് ഒരു ഭക്തിയുള്ള ഭീതിയായി മാറി. പത്രോസ് പിന്നീട് പറയുന്നു: ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ മാറിപ്പോയി. ഇത് ഒരു കെട്ടുകഥ അല്ല, ഞാൻ സാക്ഷിയാണ്. സ്നേഹിതരെ, യാഥാർത്ഥ്യത്തിൽ ദൈവത്തെ കണ്ടുവെന്നു പറയുന്ന ഒരാൾക്ക് അതിന്റെ സ്വാധീനം തെളിഞ്ഞുകാണും. ഒരു ദൈവസംസർഗത്തിന്റെ ഒരു നിമിഷം 1000 കഥകളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ഉറ്റമാറ്റം നൽകുന്നു. ദസ്തോയെവ്സ്കിയുടെ ദി ബ്രദേഴ്സ് കാരമസോവ് എന്ന കൃതിയിൽ അല്യാഷ എന്ന യുവാവ് തന്റെ പ്രിയ ഗുരുവിന്റെ മരണശേഷം ഗുരുവിന്റെ കല്ലറയ്ക്കരികിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുഭവിച്ച അതിമാനുഷിക വെളിച്ചം, ദൈവത്താൽ സ്പർശിക്കപ്പെട്ട ആത്മാവ് മാറ്റമില്ലാതെ തുടരാനാവില്ല. ഇപ്പോൾ നാം സുവിശേഷത്തിലേക്ക് കടക്കുന്നു. എന്തുകൊണ്ട് യേശു കുന്നിലേക്ക് കയറുന്നു? പ്രാർത്ഥിക്കാൻ. ശ്രദ്ധിക്കുക, പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല, ദൈവത്തെ വെളിപ്പെടുത്തുന്നു. കർമ്മലീത സന്യാസിയും കവിയും തിരുശ്രേഷ്ഠനും ആയ ക്രൂശിലെ യോഹന്നാൻ പറഞ്ഞു: പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല, അവനെ വെളിപ്പെടുത്തുന്നു. അവന്റെ മുഖം പ്രകാശിച്ചു. വസ്ത്രങ്ങൾ വെളുത്തതായി തിളങ്ങുന്നു. പുറത്തുനിന്ന് അല്ല, ഉള്ളിൽ നിന്നാണ് അത്, കാരണം അവൻ വെളിച്ചമാണ്. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാരും അവനിൽ തന്നെ നിവൃത്തിയാകുന്നു. അപ്പോൾ ഒരു മേഘത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു: ഇതാ എന്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രദ്ധിക്കുക. അപ്പോൾ ശാന്തത. അവർ കണ്ടത് യേശുവിനെ മാത്രം. നമ്മുടെ മൗലികധർമ്മ സാഹചര്യത്തിൽ പലരും പറയുന്നത് കേൾക്കാം: യേശു വലിയൊരു ഗുരു മാത്രമായിരുന്നു, കൃഷ്ണൻ, ബുദ്ധൻ, മഹാവീർ, ഗാന്ധിജി മുതലായവരെ പോലെ. എന്നാൽ സുവിശേഷം അതിനോട് യോജിക്കില്ല. പത്രോസ് 3 കൂടാരം പണിയാമെന്നു ചിന്തിച്ചു, മൂവർക്കും ഒരുപോലെ ആദരവായി. പക്ഷേ പിതാവ് ഇടപെടുന്നു: ഇവനെ ശ്രദ്ധിക്കുക. മേഘം മാറിയപ്പോൾ അവിടെയുണ്ടായിരുന്നത് യേശുവെ മാത്രമാണ്. അവൻ ഒറ്റയാര വഴിയാണ്, നോട്ട് ജസ്റ്റ് ഓൺ ദ പാത്ത്, ഹി ഈസ് ദ പാത്ത്. അവൻ സത്യം തന്നെയാണ്, നോട്ട് ജസ്റ്റ് എ ടീച്ചർ, ഹി ഈസ് ദ ട്രൂത്ത്. അവൻ വെളിച്ചമാണ്, നോട്ട് ജസ്റ്റ് എൻലൈറ്റൻഡ്, ഹി ഈസ് ദ ലൈറ്റ്. വന്ദനീയ റാണിമരിയ സഹോദരി മധ്യപ്രദേശിലെ ആദിവാസി സമൂഹത്തിനിടയിൽ ജീവിച്ചുകൊണ്ടിരുന്നതിനാൽ കഷ്ടതയുടെ നീതിയിലേക്കുള്ള തീപ്പത്തത്തിലൂടെ സഞ്ചരിച്ചു. 1995 ഇൻഡോറിലേക്കുള്ള ബസിൽ യാത്ര ചെയ്യുമ്പോൾ അവൾ 50 തവണയിലധികം കുത്തിക്കൊല്ലപ്പെട്ടു. അതിനുശേഷവും അവളുടെ മുഖത്ത് ആക്രോശമില്ല, മനസ്സിൽ ക്ഷമ മാത്രം. പിന്നീട് അവളെ കൊന്നവനെ അവളുടെ കുടുംബം സഹോദരൻ എന്ന് വിളിച്ചു. അതൊരു തോൽവിയല്ല, ഇറ്റ് വാസ് പരിവർത്തനം, ഒരു ട്രാൻസ്ഫിഗറേഷൻ. അവൾ വിശ്വസിച്ചതിലും അതിജീവിച്ചതിലും കൂടുതലായിരുന്നു അവളുടെ ദൈവാനുഭവം. അവൾ യേശുവിനെ വെറും വിശ്വസിച്ചില്ല, അവനെ ആശ്രയിച്ചു, അതിലുപരി അവനെ ധ്യാനിച്ചു. അതുകൊണ്ടാണ് അവളിൽ തിളങ്ങിയ അതേ വെളിച്ചം ലോകം ഇല്ലാതാക്കാനാവാതിരുന്നത്. ഈ രൂപാന്തരണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ദൈവദർശനം കണ്ണുകൾ കാണുന്ന ഒരു ദൃശ്യമല്ല, ആത്മാവിന്റെ അടിയന്തരമായ നവീകരണമാണ് അതിന്റെ അർത്ഥം. സാഹിത്യത്തിൽ ഇതിന്റെ പ്രതിബിംബം നാം കാണുന്നു. ടോൾക്കീന്റെ ലോർഡ് ഓഫ് ദ റിംഗ്സിലെ ഗാൻഡൽഫ് തിമിരത്തിലേക്ക് വീണെങ്കിലും വീണ്ടും ഉയിർത്തെഴുന്നേറ്റ് ഗാൻഡൽഫ് ദ വൈറ്റ് ആയി വെളിച്ചത്തിന്റെ ദൂതനായി മാറുന്നു. അഥവാ വിക്ടർ ഹ്യൂഗോയുടെ ലെ മിസെറാബ്ലസിലെ ജീൻ വാൽജീൻ ഒരു കാര്യമായ കരുണാനർപ്പിലൂടെ ഉള്ളിലത്ത് പരിവർത്തനം അനുഭവിച്ച് പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചവൻ. ഇവയൊക്കെ യഥാർത്ഥ വെളിച്ചമായ ക്രിസ്തുവിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. പലരും പറയുന്നു, ക്രിസ്തു ഒക്കെ, എന്നാൽ സഭയല്ല.
പക്ഷേ ഓർത്തിരിക്കണം, സഭ ഒരു ഉറച്ച മതസ്ഥാപനം അല്ല, അത് ഒരു ദൈവിക യാത്രയിൽ ഉള്ള ജീവത്സമൂഹമാണ്. അവൾ ജീവനുള്ളവളാണ്. അവൾ യേശുവിനെപ്പോലെ താഴേക്ക് ഇറങ്ങുന്നു, മനുഷ്യന്റെ കാഴ്ചകളിലേക്കും വേദനയിലേക്കും ഇറങ്ങിപ്പോകുന്നു. സഭയിലൂടെയാണ് യേശുവിന്റെ വെളിച്ചം ഓരോ മനുഷ്യനിലും എത്തിയുന്നത്. യേശു കുന്നിൽ നിന്നു താഴേക്കിറങ്ങുന്നു. പത്രോസ് കൂടാരങ്ങൾ പണിയാൻ ആഗ്രഹിച്ചു. പക്ഷേ യേശു അവരെ താഴേക്ക് കൊണ്ടുപോയി. പ്രഭയുടെ ദർശനം രക്ഷയല്ല, ആത്മസാക്ഷിക്കുള്ള ശക്തിയായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സന്ദേശം. നമ്മുടെ ലോകം സർഫേസ് ബ്യൂട്ടിയും ഡിജിറ്റൽ ഫിൽറ്റേഴ്സും കൊണ്ട് ആകമടഞ്ഞിരിക്കുന്നു. എങ്കിലും യഥാർത്ഥ സൗന്ദര്യം പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ്. ദൈവത്തിന്റെ വെളിച്ചം ഉള്ളിൽ നിന്നും തിളങ്ങുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം ജനിക്കുന്നത്. അപ്പോസ്തലന്മാർ കുന്നിൽ ദൈവത്തിന്റെ വെളിച്ചം കണ്ടതുപോലെ നാം അവനെ ഈ ബലിയർപ്പണത്തിൽ കാണുന്നു, രുചിയുടെയും അനുഭവത്തിന്റെയും അതീതമായി. ഇതൊരു സാധാരണ അപ്പം അല്ല, ഇത് ഹെവൻ ലെ എനർജി ബാർ ആണ്. അതാണ് യേശു. ശരീരം പോലെയുള്ള ഒരു ഡിവൈൻ ഡൗൺലോഡ്, നമ്മെ റീചാർജ് ചെയ്യാൻ, റീന്യൂ ചെയ്യാൻ. സെയിന്റ് തോമസ് അക്വീനാസ് പറഞ്ഞു, ട്രാൻസ്ഫിഗറേഷൻ ഫ്യൂച്ചർ ഗ്ലോറിയുടെ ഉറപ്പ് തന്നെയാണ്. പ്രത്യക്ഷ ബലി ഒരു ചെറിയ താബോർ മലയാണ്. നാം കയറുന്നു, നാം കാണുന്നു, പിന്നെ നാം അയക്കപ്പെടുന്നു. എങ്കിൽ ഞാൻ ഈ വചനങ്ങൾ ഉറച്ച ഹൃദയത്തോടെ പറയുന്നു. ഒരു ലോകം 1000 ശബ്ദങ്ങളാൽ നിറഞ്ഞിരിക്കുമ്പോൾ അവനെ ശ്രദ്ധിക്കുക. അവർ നെയാക്കി യേശുവെ മാത്രമുണ്ടായിരുന്നു. മത്തായി 17:8. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീ പത്തനപ്രദേശങ്ങളിൽ ഞങ്ങൾ നയിക്കുമ്പോൾ ശക്തി നൽകാൻ നിന്റെ മഹത്വം ഞങ്ങൾക്കു തെളിയിച്ചു കൊടുത്തു. റാണിമരിയെപ്പോലെ ഞങ്ങൾക്കും നിനക്ക് കാതുവയ്ക്കാൻ പഠിപ്പിക്കണേ. നിനക്ക് പ്രിയപ്പെട്ടതായ സഭയെ ഞങ്ങൾ സ്നേഹിക്കട്ടെ. അവളിൽ പരിപൂർണതയുള്ളതിനാൽ അല്ല, നീ അവളെ നിന്റേതാണെന്ന് വിളിച്ചിരിക്കുന്നു എന്നതുകൊണ്ട്. പർവ്വതത്തിൽ നിന്നു താഴേക്ക് പോകുന്ന സഭ, എല്ലാവരിലേക്കും നിന്റെ വെളിച്ചം എത്തിക്കുന്ന സഭ. അവളെ ഞങ്ങൾ സ്നേഹിക്കട്ടെ. ആശങ്കകൾ അകലെ പോകുമ്പോൾ നിനക്കു മാത്രം ഞങ്ങൾ കണ്ണു തുറക്കട്ടെ, അത് മതിയാകും. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു നിങ്ങളെ പരിവർത്തനം ചെയ്യട്ടെ. നിങ്ങൾ കടക്കുന്ന ഓരോ താഴ്വരയിലും അവന്റെ വെളിച്ചം തിളങ്ങട്ടെ.